ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് ഡോക്ടർ എലിസബത്ത് സോജിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിയോളജിയാണ്. അപ്പോൾ ഫിസിയോളജി ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് ഫിസിയോളജി ഫോർ ഡെൻ്റൽ സ്റ്റുഡൻസ് ആണ്. കാരണം മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അത്രയും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അത് ഡെൻ്റൽ സ്റ്റുഡൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മതി, സെമ്പുലിംഗത്തിൻ്റെ ആണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിസിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതൊരു ഓവറോൾ സബ്ജക്റ്റാണ്. നമ്മൾ അതിനകത്ത് അനാറ്റമി കവർ ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിസ് ഫോർ ജനറൽ മെഡിസിൻ. ഓക്കെ, അപ്പോൾ ഫിസിയോളജി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം MCQ വ്യൂ പോയിൻറ്റിലുള്ള ഒരു ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. കമ്മിങ് ഓൺ ടു നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഓർക്കുക, സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗ്രാം നോക്കൂ, വെരി സിമ്പിൾ. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രെയിനും സ്പൈനൽ കോഡും ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് നമുക്ക് ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഫിസിയോളജി. അപ്പോൾ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ ജനറൽ മെഡിസിൻ നോക്കുകയാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ജനറൽ മെഡിസിനിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജനറൽ മെഡിസിനിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഒരുമിച്ച് പഠിച്ചു പോവുക. ഫിസിയോളജി ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം പഠിക്കുക, അതിനൊപ്പം തന്നെ ജനറൽ മെഡിസിനിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ചാപ്റ്റർ എടുത്തിട്ട് അതും പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് വരുന്നത്. അപ്പം നമ്മൾ ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? നമുക്ക് സെറിബ്രം എന്ന് പറഞ്ഞ പോർഷനാണ് അവിടെ ഡയഗ്രാമത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രെയിൻ്റെ ഫ്രണ്ടൽ ലോബുണ്ട്, പെറൈറ്റൽ ലോബുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടു. അപ്പോൾ ഫ്രണ്ടൽ ലോബ്, പെറൈറ്റൽ ലോബ് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടത്, ബാക്കിലുള്ളത് ഓസിപ്പിറ്റൽ ലോബാണ്. ഓക്കെ, ആ മെറൂൺ കളറിൽ കൊടുത്തിട്ടുള്ളത് ടെമ്പറൽ ലോബാണ്. ആൻഡ് ഏറ്റവും ബിഹൈൻഡ് നമുക്കുള്ളതാണ് സെറിബെല്ലം. ഓക്കെ, അപ്പോൾ എൻറ്റയർ പോർഷന് സെറിബ്രം എന്ന് പറയുന്നുണ്ട്, ആൻഡ് ബാക്ക് പോർഷനാണ് സെറിബെല്ലം ആണ് അത്. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രെയിനും സ്പൈനൽ കോഡും ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബ്രെയിൻ മാത്രം എടുക്കുമ്പോൾ ബ്രെയിൻ ഓൾമോസ്റ്റ് 1/15 ഓഫ് ദ ബോഡി വെയിറ്റ് എന്നാണ് പറയുന്നത്. നല്ല കനുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ലൈസ് വിത്തിൻ ദ ക്രീനൽ ക്യാവിറ്റിയുടെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ബ്രെയിൻ്റെ പാർട്സ് അറിയണം നമുക്ക്. സെറിബ്രം, അതാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഡയഗ്രാം കാണിച്ചത്. സെറിബ്രം ഉണ്ട്, പിന്നെ ബ്രെയിൻ സ്റ്റെം ഏരിയ ഉണ്ട്. ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്ന എന്തൊക്കെയാണ്? മിഡ് ബ്രെയിൻ. ഓക്കെ, ആ ഡയഗ്രാം നോക്കൂ, യെല്ലോ പോർഷനിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് മിഡ് ബ്രെയിൻ. പോൺസ്, അതിൻ്റെ തൊട്ട് താഴെ പോൺസ് ഉണ്ട്, അതിൻ്റെ താഴെ മെഡിലോ ഒബ്ലാങ്കാറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും 3 പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രെയിൻ സ്റ്റെം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മിഡ് ബ്രെയിൻ വരുന്നു, പോൺസ് വരുന്നു, മെഡിലോ ഒബ്ലാങ്കാറ്റ വരുന്നു. അപ്പോൾ മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡിലോ ഒബ്ലാങ്കാറ്റ കംസ് അണ്ടർ വിച്ച് വൺ? ദ ബ്രെയിൻ സ്റ്റെം. ഓക്കെ, ആൻഡ് സെറിബെല്ലം കിടക്കുന്നത് ബിഹൈൻഡ്. ഓക്കെ, സെറിബെല്ലം കിടക്കുന്നു. അപ്പോൾ ദീസ് ആർ ദ ബ്രെയിനിൻ്റെ പാർട്സ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് സ്പൈനൽ കോഡും കാണാം. കമ്മിങ് ഓൺ ടു ഫസ്റ്റ് പോർഷൻ ആണ് സെറിബ്രം. ഓക്കെ, അപ്പോൾ സെറിബ്രം ആ ഒരു പോർഷൻ എടുത്തു. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് MCQ വ്യൂ പോയിന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ നമുക്ക് എന്താണ് ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ഓർക്കണം. ഓക്കെ, ബ്രെയിൻ, പോൺസ്, അതുപോലെ തന്നെ മിഡിൽ ഒബ്ലാങ്കറ്റാണ് ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്നത്. അപ്പോൾ അത് മറക്കരുത്. ഇനി സെറിബ്രം മാത്രം എടുക്കുമ്പോൾ നമുക്ക് MCQ വ്യൂ പോയിന്റിൽ നമ്മൾ ഓർക്കേണ്ടത് 2 സെറിബ്രൽ, അതായത് സെറിബ്രൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, 2 ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ടർ ഭാഗമാണ് ഗ്രേ മാറ്റർ, ഇന്നർ ഭാഗമാണ് നമുക്ക് വൈറ്റ് മാറ്റർ. അത് ഇമ്പോർട്ടൻറ്റ് MCQ ആണ്. ഔട്ടർ ഭാഗമാണ് ഗ്രേ മാറ്റർ, ഔട്ടർ ലെയർ ഓഫ് ഗ്രേ മാറ്റർ, ആൻഡ് ഇന്നർ ലെയർ എന്താണ്? അണ്ടർലൈൻ റീജിയൻസ് എന്താണ്? വൈറ്റ് മാറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാം ഓർക്കുക. ഔട്ടർ ഗ്രേ മാറ്റർ ആൻഡ് ഇൻസൈഡ് വൈറ്റ് മാറ്റർ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ദറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് MCQ. നൗ ഈ സെറിബ്രത്തിൻ്റെ ഓരോ ഭാഗം എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഹെമിസ്ഫിയർ എടുക്കുമ്പോൾ നമുക്ക് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ലോബ്സ് ആക്കി തിരിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫ്രണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓസിപ്പിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടൽ ലോബ്, പെറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓസിപ്പിറ്റൽ ലോബ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ്. Now coming on to important MCQ, what are the functions of cerebrum? അപ്പോൾ സെറിബ്രത്തിൽ നിന്ന് പറഞ്ഞ പോർഷൻ എന്തൊക്കെയാണ് നമുക്ക് ഫംഗ്ഷൻസ് ഉള്ളത്? അതിൽ തന്നെ ഓരോരോ ലോബ്സിന് നമുക്കറിയാം. അപ്പോൾ ഫ്രണ്ടൽ ലോബിൻ്റെ ഫംഗ്ഷൻസ് എന്താ, അപ്പോൾ റൈറ്റ് ലോബിൻ്റെ ഫംഗ്ഷൻ എന്താ, ഹോസ്പിറ്റലിന് എന്താ, ടെമ്പറലിന് എന്താ? കാരണം ഇതിൻ്റെ ഫംഗ്ഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഡിസീസസ് ഒക്കെ വരുമ്പോൾ നമുക്കത് ആപ്ലിക്കേഷൻ ലെവലൊക്കെ വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ജനറൽ മെഡിസിനിൽ. അപ്പോൾ ഫ്രണ്ടൽ ലോബ് ഇസ് അസോസിയേറ്റ് വിത്ത് വിച്ച് ഓൾ പാർട്ട്? റീസണിങ്, പ്ലാനിങ്, പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുവാണ്, അപ്പോൾ ഫ്രണ്ടിലെ ഭാഗം, ഓക്കെ, ഫ്രണ്ടൽ ലോബാണ് ഇതൊക്കെ ചെയ്യുന്നത്. റീസണിങ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, ഓക്കെ, പ്ലാനിങ് ചെയ്യുന്നത്, എനിക്ക് ഇത്രയൊക്കെ പഠിക്കാനുണ്ട്, അപ്പോൾ ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യണം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച്,
ഇങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്പീച്ച്, അപ്പോൾ ക്ലാസ് എടുക്കുന്നത് ഏതൊക്കെ എന്നെ മൂവ്മെൻറ്റ്, ഇമോഷൻസ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ ഫ്രണ്ടൽ ലോബാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇനി റൈറ്റ് ലോബിൽ വരുന്നതാണ് മൂവ്മെൻറ്റ്, ഓറിയൻറ്റേഷൻ, റെക്കഗ്നീഷൻ, നമുക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റുന്നത്, റെക്കഗ്നീഷൻ, പെർസെപ്ഷൻ ഓഫ് സ്റ്റിമുലൈ, ഇതൊക്കെ റൈറ്റ് ലോബിലാണ് വരുന്നത്. ഇനി ബാക്കിലാണ് നമുക്ക് ഓസിപിറ്റൽ ലോബിലാണ് നമുക്ക് വിഷ്വൽ പ്രോസസ്സിങ് കിടക്കുന്നത്. അതാണ് ബാക്ക് ഇടിച്ച് വീണ് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ചയാണ് ആദ്യം പോവുക. അപ്പോൾ ഓസിപിറ്റൽ ലോബ് കണക്റ്റഡ് വിത്ത് വാട്ട്, വിഷ്വൽ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറൽ ലോബ് എന്താണ്, അസോസിയേറ്റ് വിത്ത് പെർസെപ്ഷൻ ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് ദ ഓഡിറ്ററി സ്റ്റിമുലൈ. നമുക്കറിയാം ടെമ്പറൽ ലോബ് കുറച്ച് താഴോട്ട് കിടക്കുന്നത്, അപ്പോൾ ചെവിയുടെ ഭാഗം, അപ്പോൾ ഓഡിറ്ററി സ്റ്റിമുലൈ ഒക്കെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത് ടെമ്പറൽ ലോബാണ്. ഓക്കെ, അതുപോലെ തന്നെ മെമ്മറി, സ്പീച്ച്, ഇതൊക്കെ ബാധിക്കുന്നത് ടെമ്പറൽ ലോബാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടൽ ലോബ് connected with which all things, reasoning, planning, parts of speech, movement, emotions and problem solving. Parietal lobe is connected with movement, orientation, recognition, perception of stimuli. Occipital lobe is associated with visual processing ആണ്. Temporal lobe is associated with perception and recognition of auditory stimuli, memory and speech. അപ്പോൾ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ബ്രെയിൻ സ്റ്റെം. ഞാൻ പറഞ്ഞു ബ്രെയിൻ സ്റ്റെമ്മിൽ ഏതൊക്കെയാണ് വരുന്നത്, മിഡ് ബ്രെയിൻ വരുന്നുണ്ട്, പോൺസ് വരുന്നുണ്ട്, മിഡിൽ ഒബ്ലാങ്കറ്റ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു സ്പൈനൽ കോഡ്. അപ്പോൾ സ്പൈനൽ കോഡുമായിട്ട് ബന്ധം വരുന്ന ഭാഗമായതുകൊണ്ട് അതിനെ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കാൻ കാരണം. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഏതൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള വൈറ്റൽ ലൈഫ് ഫങ്ഷൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മുമായിട്ടാണ് കണക്ട് ചെയ്ത് ഈ ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് MCQ ആണ് കേട്ടോ. ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ പോർഷനാണ്. ഓക്കെ, it is responsible for the basic vital life functions like breathing, heartbeat and blood pressure. ഇനി മെഡുല ഒബ്ലാങ്കേറ്റ അത് സ്പെസിഫിക്കലി കൺട്രോൾ ചെയ്യുന്നത് എന്തിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ മെഡുല ഒബ്ലാങ്കേറ്റ ഡയറക്ട്ലി കൺട്രോൾസ് വിച്ച് വൺ, ബ്രീത്തിങ്, ബ്ലഡ് ഫ്ലോ ആൻഡ് അതർ എസെൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റെമ്മിൽ തന്നെ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്കാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിച്ചു ബ്രെയിൻ സ്റ്റെമ്മിൽ തന്നെ ഏത് പോർഷനാണ് ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, മെഡുല ഒബ്ലാങ്കേറ്റ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡയഗ്രാം നോക്കുക, സെറിബ്രം കണ്ടു നിങ്ങൾ ബ്രൗൺ, പിന്നെ നമുക്ക് പർപ്പിൾ കളർ ഡയൻസെഫലോൺ കാണാം. ഓക്കെ, ഡയൻസെഫലോൺ, സെറിബെല്ലം ബാക്കിൽ കാണാം, ബ്രെയിൻ സ്റ്റെമ്മ് മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മിഡിൽ ഒബ്ലാങ്കേറ്റ ഉണ്ട്. അപ്പോൾ മിഡിൽ ഒബ്ലാങ്കേറ്റയാണ് സ്പൈനൽ കോഡായിട്ട് ജോയിൻ വരുന്നത്. അതാണ് മെയിനായിട്ട് നമുക്ക് ബ്രീത്തിങ്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു സെറിബെല്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ സെറിബ്രം കഴിഞ്ഞു. സെക്കൻഡ് നമ്മൾ പഠിച്ചത് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗം പഠിച്ചു. ഇനി മൂന്നാമത്തെ പോർഷനാണ് എന്ത്, സെറിബെല്ലം. അപ്പോൾ സെറിബെല്ലം ഇസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ പോൺസ് ആണ്. അപ്പോൾ ആ ഡയഗ്രാം നിങ്ങൾ കണ്ടതാണല്ലോ ഓൾറെഡി. ഇറ്റ് ഇസ് ബിഹൈൻഡ് ദ പോൺസ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ബിലോ ദ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് സെറിബ്രമാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്താ, ഒവോയിഡ് ആയിട്ടുള്ള ഷേപ്പാണ്. ഇതിനും ഈ സെറിബ്രം പോലെ തന്നെ സെറിബെല്ലത്തിനും രണ്ട് പോർഷൻസ് ഉണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ നാരോ മീഡിയൻ സ്ട്രിപ്പ് കോൾഡ് ദ വേർമിസ്. അത് ഇമ്പോർട്ടൻറ്റ് MCQ ആണ് കേട്ടോ. അപ്പോൾ സെറിബെല്ലത്തിന് ഡിവൈഡ് ചെയ്യുന്ന ആ മീഡിയൻ സ്ട്രിപ്പിന് നടുവിലത്തെ ആ പോർഷനാണ് വെർമിസ് എന്നാണ് വിളിക്കുന്നത്, വേർമിസ്. ഓക്കെ, VERMIS, വേർമിസ്. നൗ കമ്മിങ് ഓൺ ടു ഫങ്ഷൻസ് ഓഫ് സെറിബെല്ലം. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ഓരോരോ ലോബ്സ് ആയിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ റൈറ്റ് ലോബിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ടെമ്പറൽ ലോബിൻ്റെ ഫങ്ഷൻ, ഹോസ്പിറ്റൽ ലോബിൻ്റെ ഫങ്ഷൻ എന്താണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ബ്രെയിൻ സ്റ്റെമ്മിൽ വന്നപ്പോൾ മെഡുല ഒബ്ലാങ്കേറ്റേൻ്റെ ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് വൈറ്റൽ സൈൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി ഫങ്ഷൻസ് ഓഫ് സെറിബെല്ലം വരുമ്പോൾ ഇറ്റ് ഇസ് കൺസേൺ വിത്ത് വാട്ട്, കോർഡിനേഷൻ ഓഫ് വോളണ്ടറി മസ്കുലർ മൂവ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. ഇറ്റ് ഇസ് കൺസേൺ വിത്ത് ദ കോർഡിനേഷൻ ഓഫ് ദ വോളണ്ടറി മസ്കുലർ മൂവ്മെൻറ്റ്. മസ്കുലർ മൂവ്മെൻറ്റ് ആണ് മെയിനായിട്ട് അത് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ പോസ്ചർ, ബാലൻസ്, ഇതൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ലാംഗ്വേജ്. ഓക്കെ, ചിലർക്ക് കുറേ ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു കഴിവുണ്ട് അല്ലേ. അപ്പോൾ സെറിബെല്ലമാണ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. സോ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ലാംഗ്വേജ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള ലാംഗ്വേജൊക്കെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ആരാണ്, സെറിബെല്ലമാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ അഡാപ്റ്റിംഗ് ആൻഡ് ഫൈൻ ട്യൂണിങ് ഓഫ് ദ മോട്ടോ പ്രോഗ്രാംസ്. അതായത് മോട്ടോർ പ്രോഗ്രാംസ്, അതായത് നമ്മുടെ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്, അഡാപ്റ്റ് ചെയ്യാനായിട്ട് സെറിബെല്ലത്തിനാണ് പറ്റുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ എന്തെങ്കിലും ഡാമേജ്, സെറിബെല്ലത്തിന് എന്തെങ്കിലും ഡാമേജ്, നമ്മൾ ബാക്കോട്ട് മറിഞ്ഞ് വീണപ്പോൾ ഒക്കെ സെറിബെല്ലത്തിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ റിസൾട്ട്സ് ഇൻ വാട്ട്, റിസൾട്ട്സ് ഇൻ മൂവ്മെൻറ്റ്, മസ്കുലർ മൂവ്മെൻറ്റിനെയാണ് അത് എഫക്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ക്ലംസി അൺകോർഡിനേറ്റഡ് മസ്കുലർ മൂവ്മെൻറ്റ്, സ്റ്റാഗറിങ് ഗേറ്റ് ആൻഡ് ഇനെബിലിറ്റി ടു ക്യാരി ഔട്ട് സ്മൂത്ത് സ്റ്റഡി പ്രിസൈസ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള, ഇപ്പം ഒരു നൂല് കോർക്കണം,
അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മസ്കുലാർ മൂവ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പം അതൊക്കെ കൺട്രോൾ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന സെറിബെല്ലം എഫക്റ്റ് ആകുമ്പോൾ അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള മസ്കുലർ മൂവ്മെൻറ്റ്സ്, സ്റ്റാഗറിങ് ഗേറ്റ്, അതുപോലെ തന്നെ നമ്മൾ ഇന്നബിലിറ്റി ടു ക്യാരി ഔട്ട് സ്മൂത്ത് സ്റ്റഡി പ്രിസൈസ് മൂവ്മെൻറ്റ്സ് ഒക്കെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ ഫങ്ഷൻസ് ഓഫ് സെറിബെല്ലം. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു സ്പൈനൽ കോഡ്. അപ്പോൾ സ്പൈനൽ കോഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അല്ലേ നമുക്കറിയാം. അപ്പോൾ ബ്രെയിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗം ഏതാണ്? സ്പൈനൽ കോഡാണ്. അപ്പോൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഇൻ കണ്ടിന്യൂവേഷൻ വിത്ത് ദ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റയുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്പൈനൽ കോഡ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. MCQ 45 സെൻറ്റിമീറ്റർ ലോങ് ആണ് സ്പൈനൽ കോഡ്. ഓക്കെ, ആൻഡ് തിക്നെസ് ഓഫ് ലിറ്റിൽ ഫിംഗർ, നമ്മുടെ കുഞ്ഞു വിരലിൻ്റെ തിക്നെസ്സേ ഉള്ളൂ സ്പൈനൽ കോഡിന്, അത്ര ഓർത്താൽ മതി. കുഞ്ഞു വിരലിൻ്റെ വലിപ്പേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 45 സെൻറ്റിമീറ്റർ ലോങ് ആണ്. ആ ലെങ്ത് ആണ് ഓർത്തിരിക്കേണ്ടത്, 45 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ സ്പൈനൽ കോഡിനുണ്ട് ഇതുപോലെ തന്നെ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. അപ്പോൾ ജസ്റ്റ് ആ ഡയഗ്രാം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ സ്പൈനൽ കോഡ് എടുക്കുകയാണെങ്കിൽ സ്പൈനൽ കോഡിനുണ്ട് ഇൻ ദ വൈറ്റ് മാറ്റർ in the spinal cord are highways for nerve impulse propagation. അപ്പോൾ nerve impulse ഒക്കെ അകത്തോട്ട് കയറുന്നത് പുറത്തേക്ക് പോകുന്നതൊക്കെ ഒരു ഹൈവേ മാതിരിയാണ് നമ്മുടെ വൈറ്റ് മാറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെൻസറി ഇൻപുട്ട് ട്രാവൽസ് അലോങ് ദീസ് ട്രാക്സ് ടുവേർഡ്സ് ദ ബ്രെയിൻ ആൻഡ് മോട്ടോർ ഔട്ട്പുട്ട് ട്രാവൽസ് ഫ്രം ദ ബ്രെയിൻ അലോങ് ദീസ് ട്രാക്ക് ടുവേർഡ്സ് സ്കെൽറ്റൽ മസിൽസ് ആൻഡ് അതർ ഇഫക്റ്റ് ടിഷ്യൂസ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് നമ്മൾ ഇമ്പൾസസിന് എന്ത് വിളിക്കും? സെൻസറി ഇമ്പൾസസ് ആണ് അല്ലേ. അപ്പോൾ അത് എഫറൻറ്റ് ആയിട്ടുള്ള ന്യൂറോൺസ് ആണ് അത് കൊണ്ടുപോകുന്നത്. അത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യും. അത് എന്താ ചെയ്യേണ്ടതെന്ന് ആ തിരിച്ച് റെസ്പോൺസ് കൊടുക്കുന്നത് സ്കെൽറ്റൽ മസിലിലേക്കാണ് കൊടുക്കുന്നത്. അത് ഇഫറൻറ്റ് ആയിട്ടുള്ള ന്യൂറോൺസിൽ. അപ്പോൾ അത് ആ ഹൈവേ പോലെ ആക്ട് ചെയ്യുന്നത് ഈ ന്യൂറോൺസിന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനുള്ള വഴി കൊടുക്കുന്ന ആരാണ്? വൈറ്റ് മാറ്ററാണ്. ഇനി ഗ്രേ മാറ്റർ ഓഫ് ദ സ്പൈനൽ കോഡ് റിസീവ്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റ്സ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ നടുഭാഗത്താണ് ഗ്രേ മാറ്റർ കിടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ആളെ പ്രോസസ്സിങ് ചെയ്യുന്ന പരിപാടിയാണ് ഗ്രേ മാറ്ററിന്. വൈറ്റ് മാറ്ററാണ് ഹൈവേ പോലെ വർക്ക് ചെയ്യുന്നത്. അവർ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യുന്ന പരിപാടിയാണ് ആർക്ക്? ഗ്രേ മാറ്ററിന്. ഓക്കെ, സോ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. അപ്പോൾ സെൻസറിയും അതുപോലെ തന്നെ ഇഫറൻറ്റ് ന്യൂറോൺസും പ്രസൻ്റ് ഉള്ളത് ഏത് ഭാഗത്താണ് ഓഫ് ദ സ്പൈനൽ കോഡ്? പ്രസൻറ്റ് ഇൻ ദ വൈറ്റ് മാറ്റർ ഓഫ് ദ സ്പൈനൽ കോഡ്. നൗ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. എല്ലാവരും എപ്പോഴും തെറ്റ് വരുത്തുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. മെമ്പറൈൻസ് കവറിങ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന MCQ ആണ്. ഓക്കെ, വെരി എളുപ്പമാണ്. ഈ ഡയഗ്രാം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ ലെയേഴ്സാണ് കവർ ചെയ്യുന്നത് ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും. ഇറ്റ് ഇസ് കവേർഡ് ബൈ 3 മെമ്പറൈൻസ്. 3 കവറിംഗ് ഉണ്ട്. ഒന്ന് ഡ്യൂറാ മാറ്റർ, ഒന്ന് അരക്കനോയിഡ് മാറ്റർ, ഒന്ന് പയാ മാറ്റർ. അപ്പോൾ ആ ഡയഗ്രാം നോക്കിയേ. ഓക്കെ ഓക്കെ, ക്ലിയർ? സോ ഈ 3 മാറ്റേഴ്സാണ് ലൈങ് ബിറ്റ്വീൻ ദ സ്കൾ ആൻഡ് ദ ബ്രെയിൻ ആൻഡ് ബിറ്റ്വീൻ ദ വെർട്ടിബ്രേ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പം നമ്മൾ ഇപ്പോൾ ബ്രെയിൻ എടുക്കുവാണെങ്കിൽ സ്കളിൻ്റെയും ബ്രെയിനിൻ്റെയും ഇടയിൽ നമുക്ക് ഈ 3 ലെയർ കാണാൻ പറ്റും. അപ്പോൾ സ്കൾ ബോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം സ്കിന്ന്. ഓക്കെ, ആ ഓർഡറിൽ പോവുക. ഞാൻ പറയുമ്പോൾ ആ അതേ ഓർഡറിൽ തന്നെ പോവുക. ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ബ്രെയിനിൻ്റെ പോർഷനാണ് കാണിച്ചിട്ടുള്ളത് ഡയഗ്രാമിൽ. ആദ്യം പുറത്ത് ഏറ്റവും പുറത്ത് എന്തായിരിക്കും? തലയൊട്ടി, നമ്മുടെ സ്കിൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഹെയർ ഉള്ള പോർഷൻ സ്കിൻ. അത് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കാണാൻ പറ്റുക? പിന്നെ സ്കൾ ബോൺ അല്ലേ, എൻ്റെ സ്കള് കാണാൻ പറ്റും, സ്കൾ ബോൺ. അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കാണാൻ പറ്റുന്ന ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഡ്യൂറാ മാറ്ററാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഡ്യൂറാ മാറ്റർ. അപ്പോൾ അതാണ് ഓർഡർ. പിന്നെ അകത്തോട്ടുള്ള ഫസ്റ്റ് ലെയറാണ്, നെക്സ്റ്റ് ലെയറാണ് എരക്കനോയിഡ് മാറ്റർ. ഓക്കെ, എരക്കനോയിഡ് മാറ്റർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബ്ലൂ കളർ ലിക്വിഡ് കാണാൻ പറ്റും. ഓക്കെ, ബ്ലൂ കളർ, അത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്, CSF ആണ്. പിന്നെ അതിൻ്റെ അകത്തേക്കുള്ള പോർഷനാണ് പയാ മാറ്റർ. ഓക്കെ, അപ്പോൾ ഓർഡർ മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യം ഏറ്റവും പുറത്ത് സ്കിന്ന്, അതിന് ഉള്ളിൽ സ്കള്. പിന്നത്തെ ഓർഡർ എന്ന് പറയുന്നത് ഡ്യൂറാ മാറ്റർ. ഡ്യൂറാ മാറ്റർ കഴിഞ്ഞാൽ അരക്കനോയിഡ് മാറ്റർ. അരക്കനോയിഡ് മാറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നടുവിലൊരു ബ്ലൂ കളറായിട്ടുള്ള സ്പേസ് കാണാം. അതാണ് സബ് എരക്കനോയിഡ് സ്പേസ് എന്നാണ് വിളിക്കുക. ഓക്കെ, സബ് എരക്കനോയിഡ്. ഏത് എരക്കനോയിഡിൻ്റെ തൊട്ട് താഴെയല്ലേ കിടക്കുന്നത് അകത്തോട്ട് പോകുമ്പോൾ, അതുകൊണ്ട് അതിനെ സബ് എരക്കനോയിഡ് സ്പേസ് എന്ന് വിളിക്കും. അവിടെയാണ് നമ്മുടെ CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കിടക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ ലെയറാണ് പയാ മാറ്റർ. അപ്പോൾ സബ് എരക്കനോയിഡ് സ്പേസ് ഇസ് ദ സ്പേസ് ബിറ്റ്വീൻ എരക്കനോയിഡ് ലെയർ ആൻഡ് പയാ മാറ്റർ. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ സബ് എരക്കനോയിഡ് സ്പേസ് കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കിടക്കുന്നത്. ഏറ്റവും അകത്ത് ബ്രെയിൻ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഏറ്റവും പുറത്ത് സ്കിന്ന്, അതിൻ്റെ അകത്തോട്ട് സ്കൾ ബോൺ, അതിൻ്റെ അകത്തോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡ്യൂറാ മാറ്റർ, അത് കഴിഞ്ഞാൽ അരക്കനോയിഡ് മാറ്റർ. അരക്കനോയിഡ് മാറ്ററിൻ്റെ
തൊട്ട് താഴെ വരുന്ന സ്പേസിന് സബ് അരക്കനോയിഡ് സ്പേസ് എന്ന് വിളിക്കും. ആ സ്പേസിൽ നമുക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നത്തെ ലെയറായിട്ട് വരുന്ന പയാമാറ്റ, അതിനകത്തോട്ട് ബ്രെയിൻ. അപ്പോൾ 3 layers ഓഫ് ദാറ്റ് വിച്ച് കവർ ദ ബ്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഡ്യൂറാമാറ്റർ, അരക്കനോയിഡ് മാറ്റർ, പയാമാറ്റർ. ആൻഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കിടക്കുന്നത് സബ് അരക്കനോയിഡ് സ്പേസിലാണ്, വിച്ച് ഇസ് ബിറ്റ്വീൻ അരക്കനോയിഡ് മാറ്റർ ആൻഡ് പയാമാറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമ്മൾ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതൊരു നമ്മൾ ഒരു 3 dimensional നമ്മൾ നോക്കുകയാണ്. അപ്പോൾ 3 dimensional നോക്കുമ്പോൾ നമുക്കറിയാം ഈ സബ് അരക്കനോയിഡ് സ്പേസിലാണ് നമുക്ക് CSF കിടക്കുന്നത്. അപ്പോൾ ആ ക്യാവിറ്റീസിന് നമുക്ക് 4 തിരിക്കാൻ പറ്റും. ഓക്കെ, 4 തിരിക്കാൻ പറ്റും, 4 പോർഷൻസ് ആയിട്ട് തിരിക്കാം. അപ്പോൾ ഫ്രണ്ടിൽ 2, ബാക്കിൽ 2 അങ്ങനെ. അപ്പോൾ 4 irregular shaped cavities ഓർ വെൻട്രിക്കിൾസ് എന്നാണ് അതിനെ വിളിക്കുന്നത്, വിച്ച് കണ്ടെയ്ൻസ് CSF. അതാണ് ഈ സബ് അരക്കനോയിഡ് സ്പേസിൻ്റെ പോർഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, CSF കിടക്കുന്ന പോർഷൻ. അപ്പോൾ ഇനി CSFനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് MCQ പഠിക്കാനുള്ളത്, നമുക്ക് CSF എത്രത്തോളം നമ്മുടെ ബ്രെയിനിൻ്റെ പുറത്ത് സെക്രീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സബ് അരക്കനോയിഡ് സ്പേസിൽ കണ്ടിന്യൂസ്ലി സെക്രീറ്റ് ആവുന്നുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് അബൌട്ട് 0.5 ml/minute. അതായത് ഒരു മിനിറ്റിൽ 0.5 ml ആണ് സെക്രീറ്റ് ആവുന്നത്. ഒരു ദിവസം 720 ml/day. മനസ്സിലായോ? 720 ml/day. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 0.5 ml/minute, 720 ml/day. ഇമ്പോർട്ടൻറ്റ് MCQ ആണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് CSF? CSF ഇസ് എ ക്ലിയർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ഫ്ലൂയിഡാണ് വിത്ത് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് CSF. അനദർ ഇമ്പോർട്ടൻറ്റ് MCQ 1.005. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് CSF എത്രയാണ്? 1.005, വിച്ച് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? വാട്ടർ ഉണ്ട്, മിനറൽ സോൾട്ടുകളുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ഓക്കെ, പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആൽബുമിനും ഗ്ലോബുലിനുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസ്, അത് ഓർക്കുക. ക്രിയാറ്റിനൈൻ ഉണ്ട് ചെറിയ എമൗണ്ടിൽ, യൂറിയ ഉണ്ട് ചെറിയ എമൗണ്ടിൽ, ആൻഡ് ഫ്യൂ ലൂക്കോസൈഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? CSFൻ്റെ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ലൈഡ്. CSF it is secreted continuously at the rate of 0.5 ml/minute, which is around 720 ml/day. And what is CSF? It's slightly alkaline ആണ് കേട്ടോ, fluid with a specific gravity of 1.005, which contains water, mineral salts, glucose, plasma proteins, which is containing mainly albumin and globulin, creatinine small amount, urea small amount, and a few leukocytes. Okay, clear? Very very important. ഇനി ഇതിനകത്ത് ഈ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ 4 വെൻട്രിക്കിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഈ സബ് അരക്കനോയിഡ് സ്പേസ് നമ്മൾ ഒരു 3 dimensional നോക്കുകയാണെങ്കിൽ 4 പോർഷൻ ഉണ്ട്, 4 വെൻട്രിക്കിൾസ് ഉണ്ട്. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? CSF വരുന്നത്, സബ് അരക്കനോയിഡ് സ്പേസ്. ഓക്കെ, അപ്പോൾ വെൻട്രിക്കിൾസ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. 2 ഫ്രണ്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു, 2 ബാക്കിലുണ്ടെന്ന്. അപ്പോൾ ആ ഫ്രണ്ടിൽ വരുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ആൻറ്റീരിയർ വ്യൂ ആണത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വെൻട്രിക്കിൾസിൻ്റെ. ഓക്കെ, അപ്പോൾ 2 വെൻട്രിക്കിൾസ്. അപ്പോൾ ലാറ്ററൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് വെൻട്രിക്കിൾസിൻ്റെ ഡിവിഷൻ എങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഓർഡറാണ് എങ്ങനെയാണ് CSF അതിന് ചുറ്റും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റത്തെ ഡയഗ്രാം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ 2 വെൻട്രിക്കിൾ, നടുവിൽ 3ാമത്തെ വെൻട്രിക്കിൾ, 4ാമത്തെ വെൻട്രിക്കിളാണ് 4V എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 3V എന്നാണ് നടുവിൽ കൊടുത്തിട്ടുള്ളത്, അതായത് 3rd വെൻട്രിക്കിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് 2 ലെഫ്റ്റ് വെൻട്രിക്കിൾസ്. ഓക്കെ, ലാറ്ററൽ വെൻട്രിക്കിൾസ്. അപ്പോൾ അതാണ് 2 വെൻട്രിക്കിൾസ്, നടുവിൽ 3ാമത്തെ വെൻട്രിക്കിൾ, ആൻഡ് ഏറ്റവും ബിഹൈൻഡ് ആയിട്ട് 4th വെൻട്രിക്കിൾ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ CSF ആൻഡ് ഹൗ ഇറ്റ് സർക്കുലേറ്റ്സ്. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് CSF. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അത് പ്രൊട്ടക്റ്റ് ചെയ്യും, ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, യൂണിഫോം പ്രഷർ അറൗണ്ട് ദീസ് ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, കുഷനായിട്ട് വർക്ക് ചെയ്യുന്നു, ഷോക്ക് അബ്സോർബറാണ് ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് ക്രീനിയൽ ബോൺസ്. ഓക്കെ, ആൻഡ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മോയിസ്റ്റ് ആൻഡ് ദർ മേ ബി ഇൻ്റർചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ഉണ്ട് ബിറ്റ്വീൻ ദ CSF. ഓക്കെ, cerebrospinal fluid and the nerve cells such as nutrients waste products അങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് CSF ക്ലിയർ ആയിരിക്കാം. പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, മെയിൻറ്റെയിൻസ് ആൻ യൂണിഫോം പ്രഷർ അറൗണ്ട് ദ സ്ട്രക്ചേഴ്സ്, കുഷനാണ്, ഷോക്ക് അബ്സോർബറാണ്. ഓക്കെ, ആൻഡ് ദർ ഇസ് എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫങ്ഷൻസ് ഓഫ് CSF എന്ന് കൊടുത്തിട്ട് അവർ A, B, C, D വിച്ച് ഓഫ് എന്നിട്ട് ഒരു ബോത്ത് A and B is correct or A, B, C is correct, statements are correct, A, B, C, D, E, all the above statements are correct, അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഫങ്ഷൻസും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം.
അപ്പോൾ കമ്മിങ് ഓൺ ടു ദ ലാസ്റ്റ് പോർഷൻ, ഈ പെർട്ടിക്കുലർ വീഡിയോൻ്റെ ലാസ്റ്റ് പോർഷനാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, അപ്പോൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇസ് എ സെലക്റ്റീവ് ബാരിയർ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ഫ്രം പൊട്ടൻഷ്യലി ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് കെമിക്കൽ വേരിയേഷൻസ് ഇൻ ദ ബ്ലഡ്. അപ്പോൾ ബ്ലഡിൽ വരുന്ന വേരിയേഷൻസ് ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ബാരിയറാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെയൊക്കെ ബ്രെയിനെ എഫക്റ്റ് ആവാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അപ്പോൾ ഇതെന്താണ് ആക്ച്വലി? അപ്പോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആൽക്കഹോൾ, ബാർബിറ്റുറേറ്റ്സ്, ഗ്ലൂക്കോസ് ആൻഡ് അതർ ലിപ്പോഫിലിക് സബ്സ്റ്റൻസസ് ക്വിക്ലി ക്രോസ് ദ ബാരിയർ ഇൻ ടു ദ ബ്രെയിൻ ആൻഡ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആർ റിലേറ്റീവ്ലി വെൽ പ്രൊട്ടക്റ്റഡ് ഫ്രം മൈക്രോബിയൽ ഇൻഫെക്ഷൻ ബൈ ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അപ്പോൾ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന സംഭവം എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? അതിനകത്ത് ഒരു ബാരിയർ പോലെ കാപ്പിലറി എൻഡോത്തീലിയൽ സെൽസിൻ്റെ ഒരു ബാരിയർ മാതിരിയാണ് കിടക്കുന്നത്. അത് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഫ്രം പൊട്ടൻഷ്യലി ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസുകൾ ബ്രെയിനിനകത്തേക്ക് എൻ്റർ ആവാതിരിക്കാൻ വേണ്ടി. പക്ഷേ എന്നിട്ടും ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? കണ്ടോ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ആൽക്കഹോൾ നമുക്ക് തീരെ ആവശ്യമില്ലാത്ത സാധനമാണ്, പക്ഷേ അതും നമ്മുടെ ബ്രെയിനിലേക്ക് അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ വഴി ക്രോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് എഫക്റ്റ് ആവുന്നത്. ബാർബിറ്റുറേറ്റ്സ് എഫക്റ്റ് ആവുന്നുണ്ട്, ഗ്ലൂക്കോസ് ആൻഡ് ലിപ്പോഫിലിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ ദേ ക്രോസ് ദ ബാരിയർ ഇൻ ടു ദ ബ്രെയിൻ. ക്ലിയർ? സോ മൈക്രോബിയൽ ഇൻഫെക്ഷൻ വരാണ്ട് ബ്രെയിനെയും സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സോ ഇറ്റ് ഈസ് എ ബാരിയർ വിച്ച് ഇസ് പ്രസൻറ്റ് ആസ് എ കാപ്പിലറി എൻഡോത്തീലിയൽ സെൽസ്. ഓക്കെ, ആ ഡയഗ്രാമിൽ ക്ലിയർ ആണ്. മറ്റേ ആസ്ട്രോസൈറ്റ് ഫുഡ് പ്രോസസ്സ് എന്ന് കാണിക്കുന്ന ബ്രെയിനിൻ്റെ പോർഷനാണ്. കാപ്പിലറി എൻഡോത്തീലിയൽ സെൽസാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയറിൻ്റെ പോർഷനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സബ്സ്റ്റൻസസിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റും? അത് ഇമ്പോർട്ടൻറ്റ് MCQ ആണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആൽക്കഹോൾ, ബാർബിറ്റുറേറ്റ്സ്, ഗ്ലൂക്കോസ്, ലിപ്പോഫിലിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ വിത്ത് ദിസ് വി ആർ കമ്മിങ് ഓൺ ടു ദ എൻഡ് ഓഫ് പാർട്ട് 1. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ട് 1 ആണത്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വലിയൊരു പോർഷനാണ്. ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ പാർട്ട് 2, പാർട്ട് 3 പെട്ടെന്ന് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, സോ തറോലി സ്റ്റഡി ദിസ് പെർട്ടിക്കുലർ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് റഫ് ഐഡിയ കിട്ടും CNSനെ കുറിച്ച്. ആൻഡ് ദെൻ സ്റ്റാർട്ട് സോൾവിങ് ദ MCQs. ഓക്കെ, ഫിസിയോളജിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, സെൻട്രൽ നെർവസ് സിസ്റ്റം, അത് കഴിഞ്ഞ് ജനറൽ മെഡിസിനിൽ സോൾവ് ചെയ്യാം. ദെൻ യു ക്യാൻ ഈസിലി മേക്കപ്പ്. ഓക്കെ, അനാറ്റമിയും ഏകദേശം ഇതിൽ കവർ ചെയ്ത് പോകും. ഓക്കെ.